അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, മന്ത്രവാദം അത് ചെയ്തിട്ട് അതിന് കൂലി വാങ്ങുന്നതിനെപ്പറ്റി പലർക്കും സംശയം ഉണ്ട്. മന്ത്രവാദം നടത്തി ഖുർആൻ ചികിത്സയാണല്ലോ ഈ മന്ത്രവാദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിന് കൂലി വാങ്ങുന്നതിന് യാതൊരു തെറ്റും ഇല്ല. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നാം അംഗീകരിക്കുന്ന സിഹാഹു സിത്തകളിൽ പ്രധാനമാണ് ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാരി എന്ന ഗ്രന്ഥം. അതിലെ പ്രബലമായൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ, മുത്തുനബി ഹയാത്തായി ഇരിക്കുമ്പോൾ തന്നെ, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഒരു രോഗിക്ക് വേണ്ടി ഫാത്തിഹ ഓതി മന്ത്രിക്കുകയും ആ മന്ത്രിച്ച് കൊടുത്തതിൻ്റെ പാരിതോഷികമായി അന്നത്തെ കാലത്ത് 30 ആടുകളെ കൈമടക്കായി നാം പറയാറുള്ളത് പോലെ കൊടുക്കുകയും ചെയ്തു. സത്യത്തിൽ 30 ആടുകളെ ഫാത്തിഹ ഓതി മന്ത്രിച്ചതിൻ്റെ പേരിൽ ഒരാൾക്ക് കിട്ടുമ്പോൾ, അത് പ്രത്യേകിച്ച് സഹാബാക്കളുടെ കാലഘട്ടത്തിലാകുമ്പോൾ, അത് ഹബീബായ തങ്ങളുടെ അരികിലേക്ക് ആ വിഷയം വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി ശരി അല്ല എങ്കിൽ അതങ്ങനെ ചെയ്യരുത് എന്ന് പറയേണ്ടുന്ന ബാധ്യത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഹബീബായ തങ്ങൾ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് മന്ത്രിച്ചത്? അത് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ്, സൂറത്ത് ശിഫാ ഓതിയിട്ടാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കിട്ടിയ ഈ 30 ആടുകളെ ഓഹരി വെച്ച് എല്ലാവർക്കും കൊടുക്കുകയും അതിൻ്റെ പങ്ക്, മന്ത്രിച്ച് കിട്ടിയ ഫലം, അതിൻ്റെ ഒരു പങ്ക് എനിക്ക് കൂടി തരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ അതിൽ നിന്നും വലിയൊരു പാഠം നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ആത്മീയപരമായി ഇലാജുൽ ഖുർആൻ, ആ ഒരു രോഗപരിചരണം ആത്മീയതയിലൂടെ നടത്തുന്നതിൻ്റെ പേരിൽ അവർ സ്വീകരിക്കുന്ന, അതിനുവേണ്ടി കിട്ടുന്ന പാരിതോഷികങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റേ അല്ല. അത് കൊടുക്കണം എന്ന് തന്നെയാണ്, അത് വാങ്ങണം എന്ന് തന്നെയാണ് ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കാലഘട്ടം തെറ്റിദ്ധരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ ഒറിജിനലിൻ്റെ കൂടെയും ഡ്യൂപ്ലിക്കേറ്റ് കയറി ഇറങ്ങുന്ന കാലഘട്ടം. ഇവിടെ ഖുർആൻ ചികിത്സ എന്ന് പറയുമ്പോൾ ആ ചികിത്സ നടത്തുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് അതൊരു മാനദണ്ഡമാകണം. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഖുർആനിക ചികിത്സ. അത് ശരീഅത്തിന് വിരുദ്ധം അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പേരിൽ ആരെക്കൊണ്ട് ഖുർആൻ ചികിത്സ നടത്തിയാലും അവർക്ക് വേണ്ടുന്ന പാരിതോഷികം കൊടുക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളിലും പഠിച്ച് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.